നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂനയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് അടുത്ത വർഷമാണ് അവസാനിക്കുക. ഈ കരാർ ഇതുവരെ അദ്ദേഹം പുതുക്കിയിട്ടില്ല. കരാർ പുതുക്കാൻ ഡിബ്രൂയിന ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ സമ്മറിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ വിൽക്കും എന്നുള്ള റൂമറുകൾ സജീവമായിരുന്നു. മാത്രമല്ല, സൗദി അറേബ്യക്ക് വലിയ താല്പര്യമുള്ള താരമാണ് ഡിബ്രൂയിന. താരം അൽ ഇത്തിഹാദുമായി എഗ്രിമെന്റിൽ എത്തി എന്നുള്ള വാർത്തകൾ വരെ പുറത്തേക്ക് വന്നിരുന്നു. ഇക്കാര്യത്തിലെ നിജസ്ഥിതി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, ഈ സമ്മറിൽ ക്ലബ്ബ് വിടാൻ ഡിബ്രൂയിന ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരുമെന്ന് പെപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു പെപ്പ്. ഡിബ്രൂയിന ക്ലബ്ബ് വിടുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു. ഇതോടെ ആ റൂമറുകൾക്ക് ഇപ്പോൾ വിരാമമായിട്ടുണ്ട്. വലിയ ശ്രമങ്ങളായിരുന്നു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി അൽ ഇത്തിഹാദ് നടത്തിയിരുന്നത്. പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുമായി തന്റെ കോൺട്രാക്ട് പുതുക്കാൻ ഡിബ്രൂയിന തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അതേസമയം മറ്റൊരു മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരമായ എഡേഴ്സനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ അൽ ഇത്തിഹാദ് ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹവുമായി അവർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 60 മില്യൺ യൂറോ ലഭിച്ചാൽ മാത്രമേ എഡേഴ്സനെ കൈവിടുകയുള്ളൂ എന്നുള്ള ഒരു നിലപാട് നേരത്തെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി സ്വീകരിച്ചതാണ്. കൂടാതെ ലിവർപൂൾ സൂപ്പർ താരമായ മുഹമ്മദ് സലായിൽ വലിയ താല്പര്യമുള്ള ക്ലബ്ബാണ് അൽ ഇത്തിഹാദ്. പക്ഷെ അക്കാര്യത്തിൽ പുരോഗതി ഒന്നുമില്ല. സലാ ലിവർപൂളിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.